9, 8, 7, 6, 5, 4, 3, 2, 1, 0. പ്രിയമുള്ളവരെ, നാം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞുപോയ നാളുകളിൽ നമുക്കുണ്ടായ വിഷമങ്ങളും പ്രതിസന്ധികളുമൊക്കെ വേണ്ട വിധത്തിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയ പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും കാലെടുത്ത് വെക്കുകയാണ് ഈ നിമിഷത്തിൽ. ആ ഒരു പ്രതിജ്ഞയാണ് നമുക്കുണ്ടാകേണ്ടത്. അതായത് ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അകലം കുറച്ചുകൊണ്ട് പരമാവധി സ്നേഹത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നാം നമ്മുടെ കർമ്മജീവിതത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് കാലഘട്ടത്തിൽ എല്ലാവരും സ്വാർത്ഥന്മാരായി, അല്ലെങ്കിൽ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാമൊക്കെയും അതിൽ നിന്ന് വ്യതിരിക്തമായി മാനവിക സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വക്താക്കളായി മാറുക എന്നുള്ളത് കാലഘട്ടം നമ്മെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാം പുതിയൊരു പ്രതിജ്ഞയിലൂടെ, അതായത് മാനവിക സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ആ ഒരു പ്രതിജ്ഞയോടുകൂടി നാം മുന്നോട്ട് പോവുക. നാം അതായത് ദൈവത്തെ അന്വേഷിക്കേണ്ടത് ആരാധനാലയങ്ങളുടെ ആ 4 ചുവരുകൾക്കുള്ളിൽ അതിൽ നിന്നുകൊണ്ട് മാത്രമല്ല, പിന്നെയോ നീറുന്ന 100,000 പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യ ഹൃദയങ്ങൾക്കിടയിൽ ആ ദൈവത്തെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കുന്നവരായി, പ്രവാചകർ പറഞ്ഞതുപോലെ ഒരുപാട് പുണ്യങ്ങളുള്ള മദീന പള്ളിയിൽ ഭജനമിരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നിന്റെ സഹോദരൻ്റെ ഒരു ആവശ്യം നിർവഹിക്കുക എന്ന് പറഞ്ഞ ആ വചനങ്ങളും അത്തരത്തിലുള്ള പുണ്യാത്മാക്കളുടെ മഹത്തുക്കളുടെ വാക്കുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് നാം കടക്കുക. എല്ലാവരോടും സ്നേഹത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, അതോടൊപ്പം വിശ്വാസപരമായ വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോലെ മറ്റുള്ളവരെയും സഹായിക്കുവാനും, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുവാനും നാം പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ വർഷത്തിൽ നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും അതോടൊപ്പം രാജ്യത്തിനുമൊക്കെ പുരോഗതിയും വികസനവും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് വരിക. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ സുഖസൗകര്യങ്ങളുമായി സന്തോഷത്തിലായി ഈ വർഷത്തിൽ നാം നേരിടുവാനും അത്തരത്തിൽ സുഖസൗകര്യങ്ങൾ കിട്ടുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ പുതുവർഷ പുലരിയിൽ ഇതിൻ്റെ സന്ദേശം കൈമാറുകയാണ്. ഭദ്രം കർണേഭി ശൃണുയാമദേവാഃ ഭദ്രം ക്ഷേമാഭിയജത്വാഃ സ്ഥിരേരംഗൈസ്തുഷ്ടുവാ സംസ്ഥനോഃ ക്ഷേമ ദേവഹിതം യദായുഃ. നമ്മുടെ കാതുകളെ കൊണ്ട് നല്ല കാര്യങ്ങൾ കേൾക്കുമാറാകട്ടെ, നമ്മുടെ കണ്ണുകളെ കൊണ്ട് നല്ല കാര്യങ്ങൾ കാണുമാറാകട്ടെ, നമ്മുടെ കരചരണങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമാറാകട്ടെ, നല്ല സ്ഥലങ്ങളിലേക്ക് പോകാൻ നമ്മുടെ കാലുകളെ ദൈവം നയിക്കട്ടെ. അതുപോലെ തന്നെ ഈ 2020 നമ്മൾ അനുഭവിച്ച, ലോകം മുഴുവൻ അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങളുണ്ട്. നമുക്കറിയാം, സുഖവും ദുഃഖവും എല്ലാം എപ്പോഴും മാറി മാറി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ 18 കോടിയിൽ പരം ജനങ്ങൾക്ക് ഈ മഹാമാരി വിടുകയും 17.5 ലക്ഷത്തിൽ പരം ആൾക്കാർ മരിക്കുകയും ചെയ്തു. ഓരോ മരണവും ദുഃഖം ഉണ്ടാക്കുന്നതാണ്. സൂര്യൻ ഉദിക്കുന്ന മുതൽ അസ്തമിക്കുന്നത് വരെ നൂറുകണക്കിന് അല്ല, ആയിരക്കണക്കിന് അല്ല, 10,000-കണക്കിന് സൂക്ഷ്മജീവി മുതൽ വലിയ ജീവികൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു, ജനനവും നടക്കുന്നു. അത് പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ താളമാണ്. പക്ഷേ മനുഷ്യ മനസ്സിൽ എപ്പോഴും ശാന്തിയും സമാധാനവും ഐശ്വര്യവും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഹിന്ദു മതവിശ്വാസപ്രകാരം മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും വിശ്വാസം അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. എന്താണ്? ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. എല്ലാവരും തമ്മിൽ എപ്പോഴും
സ്നേഹത്തോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി ലോക നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഏകം സത്ത് വിപ്രാ ബഹുധാ വദന്തി എന്നാണ്. ഏകമായിട്ടുള്ള സത്തിനെയാണ് അറിവുള്ളവർ പലതായിട്ട് പറയുന്നത്. ദൈവം ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഏകം സത്ത്, സത്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. ആ ഒന്നായിട്ടുള്ള ദൈവത്തെ അല്ലെ ഈശ്വരനെ പല രൂപങ്ങൾ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥമുള്ള പ്രാർത്ഥന എന്താണ്? അത് അൺകണ്ടീഷണൽ പ്രയർ എന്ന് പറയും. എന്താണ്? ഒരു പ്രത്യേക ആഗ്രഹമൊന്നുമില്ലാണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടുള്ള പ്രാർത്ഥന ആവണം എപ്പോഴും ഉണ്ടാകേണ്ടത്. നമുക്ക് പ്രപഞ്ചമാതാവായിരിക്കുന്ന അമ്മ ജഗദീശ്വരി, ജഗദംബിക, കൊട്ടറമ്മയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ഈ നാട് ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും ഐശ്വര്യവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ദേവി ഈ നാട്ടിൽ കുടികൊള്ളുകയാണ്. നമുക്കറിയാം, ഈശാവാസ്യമിതം സർവം യത്കിം ജഗത്യാം ജഗത്. ഈശ്വരൻ എന്നിലും നിങ്ങളിലും അല്ല നമ്മളെല്ലാവരും നിറഞ്ഞു നിൽക്കുകയാണ്. എപ്രകാരമാണോ ജലത്തിൽ മത്സ്യം എന്നതുപോലെ ഈശ്വരനെ നമ്മൾ ജലമായി സങ്കല്പിക്കാനുള്ള മത്സ്യമാണ് നമ്മൾ മനുഷ്യൻ അല്ലെങ്കിൽ ജീവികളെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ജലം ആ മത്സ്യത്തിലുമുണ്ട്, മത്സ്യത്തിലുള്ള ജലമുണ്ട്, എന്നിട്ട് ജലത്തിൽ മത്സ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ നമ്മൾ എല്ലാവരിലും ഉണ്ട്, ഈശ്വര തത്വം നമ്മൾ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഈശ്വരൻ അറിയാതെ, ഈശ്വരനില്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. പിന്നെ നമ്മൾ മനുഷ്യനായി ജനിച്ച് നമ്മുടെ അത്യാഗ്രഹം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, അസൂയ കൊണ്ട് മതിമറന്ന് നമ്മൾ ഈ തെറ്റുകളാണ് ഈ പ്രപഞ്ചത്തിലെ പലതിൻ്റെ ആധാരം. ഈ മഹാമാരിയുടെയും കാരണം മറ്റൊന്നല്ല, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളാണ്. നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മഹാമാരി വരുമ്പോൾ ഭയം നോടുകയല്ല. ഈശ്വരൻ്റെ ആർക്കുണ്ടാകാതിരിക്കട്ടെ. അതിന് ധൈര്യപൂർവ്വം നല്ല മനസ്സുണ്ടെങ്കിൽ, നല്ല ആരോഗ്യമുണ്ടെങ്കിൽ, നല്ല ചിന്തയുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയും. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരത്തെ, ഈ ഗാത്രത്തെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സൂക്ഷിക്കണം. എങ്ങനെ പലരും സൂക്ഷിക്കുക? മദ്യം, മാംസം, അഹങ്കാരം, അസൂയ എന്നീ ചിന്തകളെ വിടിഞ്ഞ് നല്ല ആഹാരത്തോടുകൂടി, നല്ല ചിന്തയോടുകൂടി, നല്ല പ്രാർത്ഥനയോട് ജീവിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നന്മ വരും. അത് വ്യക്തി നന്നാവുമ്പോൾ കുടുംബം നന്നാവും, കുടുംബം നന്നാവുമ്പോൾ സമൂഹം നന്നാവും, സമൂഹം നന്നാവും, ലോകം മുഴുക്കം നന്നാവും. ഈ പുതുവർഷത്തേക്കുള്ള പ്രാർത്ഥന അതൊന്നു മാത്രമാണ്. എല്ലാവർക്കും എപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ മഹാമാരിയിൽ നിന്നും എല്ലാ ജനങ്ങൾക്കും എപ്പോഴും അതിൽ നിന്ന് മോചനം നേടുവാനുള്ള അവസരം ഈശ്വരൻ കൊടുക്കട്ടെ. അതുകൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശാവാസ്യമിതം സർവം, സർവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. അവൻ ജഗദീശ്വരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് കൈലാസിയായിരിക്കുന്ന നാം പ്രാർത്ഥിക്കുകയാണ്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യ പ്രകൃതി സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിതോ ബ്രാഹ്മണോ സന്തു നിർഭയ. കാലത്തിൽ മഴ പെയ്യുകയും അതുപോലെ ധനധാന്യങ്ങൾ ഉണ്ടാവുകയും എല്ലാവരും ശാന്തിയും സമാധാനമായി എല്ലാവർക്കും എപ്പോഴും ശാന്തിയും സമാധാനമാവട്ടെ. നന്ദി, നമസ്കാരം. ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ റവറൻ ബിജു ടി കോശി, കൊട്ര ബദേൽ മാർത്തോമ ഇടവകയുടെ വികാരിയായി ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. 2020 അവസാനിച്ച് 2021 നാം പ്രവേശിക്കുമ്പോൾ വളരെ വേദന നിറഞ്ഞ, ഭാരം നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ഒരു വർഷമാണല്ലോ നമ്മളെ വിട്ട് കടന്നു പോകുന്നത്. 2021 പ്രതീക്ഷയുടെ വർഷമാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ലോകത്തെ മുഴുവനും ബാധിച്ചു എന്നുള്ളതിൽ സംശയമില്ല. COVID-19 എന്ന് പറയുന്ന മഹാവ്യാധി ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളും അതിൻ്റെ സംഹാര താണ്ഡവമാടിയപ്പോൾ നാമും അതിൽ നിന്നും വിഭിന്നമല്ലായിരുന്നു, നാം അതിൽ നിന്നും ഒഴിഞ്ഞു പോയില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാൽ തന്നെയും മനുഷ്യനെ സംബന്ധിച്ച് പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിലുള്ള ആശ്രയവുമാണല്ലോ മുൻപോട്ട് നയിക്കുന്നത്. 2020 എന്ന് പറയുന്ന വർഷം ഒരു തരത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, COVID-19 എന്ന വാക്ക് നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ 2019 ആരംഭിച്ച ഈ രോഗം വർഷവ്യത്യാസമില്ലാതെ 2020 വിഴുങ്ങി 2021 നാം പ്രവേശിക്കുമ്പോൾ അത് നമ്മോടൊപ്പം തന്നെ യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ എന്താണ് വിശ്വാസം, എന്താണ് പ്രത്യാശ, എന്താണ് ജീവിതം എന്നുള്ളതിനെക്കുറിച്ച് നാം എല്ലാവരും ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. 2021 പ്രവേശിക്കുമ്പോൾ ചില ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കട്ടെ. ഒന്ന്,
2021 നാം പ്രവേശിക്കുമ്പോൾ നാം നമ്മുടെ നിയോഗങ്ങളെ സഫലമാക്കുവാൻ ശ്രമിക്കണം. ദൈവം ഈ ഭൂമിയിൽ നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ ചില നിയോഗങ്ങളുണ്ട്. അത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കൂട്ടായ്മയുടെയും മറ്റുള്ളവരെ കരുതുന്ന അനുഭവത്തിൻ്റെയും വലിയ നിയോഗമാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ ഭംഗിയോടെ പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത് പ്രതീക്ഷ നിലനിർത്തുക എന്നുള്ളതാണ്. വേദന നിറഞ്ഞ ലോകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്, നമ്മളോട് പറയുന്നത് പ്രതീക്ഷയുള്ളവരായി തുടർന്നും ജീവിക്കണം. പ്രതീക്ഷയില്ലാത്ത ലോകത്തിലല്ല നാം ജീവിക്കുന്നത്. പിന്നെ പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ എന്ന് ചോദിക്കുമ്പോൾ വരുന്ന ആളുകളെ ശ്രേഷ്ഠതയോടെ അഭിമുഖീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. 2021 ഒരുപക്ഷെ കോവിഡിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നാം ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കാം. ഒരുപക്ഷെ അത് ഒഴിവായി പോയെന്നും വരാം. എന്തു തന്നെയായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ പ്രതീക്ഷയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത് സ്നേഹത്താൽ പ്രചോദിതരാകണം. നാം കേരള സമൂഹത്തെ നോക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയാനായിട്ട് സാധിക്കും. മഹാപ്രളയങ്ങളും കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധിയുമൊക്കെ നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാം അതിനെ നേരിട്ടു. തുടർന്നും നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത് മഹാവ്യാധികളെയൊക്കെ അതിജീവിക്കണമെങ്കിൽ സ്നേഹത്തോടെ കൂട്ടായ്മ രൂപീകരിക്കപ്പെടണം. അതിന് ജാതി മത വ്യത്യാസമെന്നെ, വർഗ വ്യത്യാസമെന്നെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവും അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൽ ജീവിക്കുക. എല്ലാ മതങ്ങളുടെയും അന്തസത്ത സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് പുതിയ വർഷം നമുക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാലാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശിക്ഷണത്തോടെ ജീവിതത്തെ കാണുക. COVID-19 എന്ന് പറയുന്ന മഹാവ്യാധി അത് പടർന്ന് പന്തലിച്ചപ്പോൾ ആരോഗ്യരംഗത്തു നിന്നും നേതൃത്വം നൽകുന്നവരിൽ നിന്നും നമുക്ക് ലഭിച്ച ചില നിർദ്ദേശങ്ങളുണ്ടല്ലോ, ചില ക്രമീകരണങ്ങളുണ്ടല്ലോ. അത് നമുക്കറിയാം. കൈ സോപ്പിട്ട് കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് ധരിക്കുക, അതോടൊപ്പം തന്നെ സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മഹാവ്യാധിയെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ചില ശിക്ഷണങ്ങൾ ആവശ്യമാണ്. ശിക്ഷണം എന്ന് പറയുന്നത് മറ്റൊരാൾ നമുക്ക് തരുന്ന ശിക്ഷയെക്കുറിച്ചല്ല, മറിച്ച് ശിക്ഷണം എന്ന് പറയുന്നത് ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ചില ചിട്ടവട്ടങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ദൈവമേ, ഞാൻ മൂലം ആർക്കും ഒരു ദോഷവും വരാതെയിരിക്കട്ടെ. 4 കാര്യങ്ങളാണ് 2021 പ്രവേശിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. 1. നിയോഗങ്ങളെ സഫലമാക്കുക. 2. പ്രതീക്ഷ നിലനിർത്തുക. 3. സ്നേഹത്താൽ പ്രചോദിതരാകുക. 4. ശിക്ഷണ മനോഭാവത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുക. അങ്ങനെയെങ്കിൽ 2021 നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാകും. കൊട്ര ന്യൂസിലൂടെ ഈ എൻ്റെ പ്രതീക്ഷാ വചനങ്ങളെ കേട്ട എല്ലാവർക്കും സർവേശ്വരൻ പുതിയ വർഷം അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന് കൊട്ര ന്യൂസിനോടുള്ള സന്തോഷത്തെ അറിയിക്കുന്നു. ദൈവം ഏവരെയും ശക്തീകരിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു 2021 നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും കൊട്ര ഫിലി ഹൗസിൻ്റെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. 2021 തികച്ചും എല്ലാവർക്കും സന്തോഷപ്രദമായിട്ടുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.